സച്ചി എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് സാറിന് ഇപ്പം മനസ്സിലായോ? അർച്ചന സച്ചി ഓർക്കുന്നില്ലെന്ന് അയാൾക്കറിയാം. പക്ഷേ സച്ചിയുടെ ശ്വാസത്തിന്റെ ഓരോ അണുവിലും അർച്ചനയുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഈ സ്നേഹം എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാർ. മറ്റൊരാൾ നമ്മളെ ഓർക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ നമ്മുടെ ഹൃദയം അവരെ മറക്കാൻ തയ്യാറല്ലെന്ന് ആവർത്തിച്ച് നമ്മളോടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് വേണ്ടി നമ്മളോട് കലഹിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ 10 വർഷം സച്ചിയുടെ കൂടെ അർച്ചന ഇല്ലായിരുന്നു. പക്ഷേ ഈ 10 വർഷവും സച്ചി അവളെക്കുറിച്ച് മാത്രമേ ഓർത്തിട്ടുള്ളൂ. അവള് തന്നെ ഓർക്കുന്നില്ലെന്ന് ഓർക്കുമ്പോ പോലും സച്ചിക്ക് വേദനയാ. അപ്പൊ പിന്നെ സച്ചി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും സർ? ഈ കളി എവിടെ ചെന്ന് അവസാനിക്കും സർ? ഇനി ഇതിങ്ങനെ ഒരുപാട് കാലം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്കും അറിയാം. ആരതി പറഞ്ഞത് ശരിയാ. കൂടെ ഇല്ലാതിരുന്നിട്ടും കഴിഞ്ഞ 10 വർഷവും സച്ചി ഒരിക്കൽ പോലും അവളെ മറന്നില്ല. പക്ഷേ എന്റെ പ്രശ്നം എന്താണെന്നറിയോ? കഴിഞ്ഞ 10 വർഷവും ഞാൻ ജീവിച്ചത് എന്റെ സമൃദ്ധ മരിച്ചിട്ടില്ല എന്ന് കരുതിയ. എന്റെ ഭാര്യയായിട്ട് ഒരു ബെഡ്റൂമിൽ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. പക്ഷേ അവളില്ലാത്ത ഒരു ദിവസവും ഈ കാലത്തിനുള്ളിൽ എനിക്കുണ്ടായിട്ടില്ല. അർച്ചന സച്ചിയുടെ ഭാര്യയായിരുന്നു എന്നൊക്കെ എനിക്കിപ്പോൾ അറിയാം. പക്ഷേ കഴിഞ്ഞ 10 വർഷവും അവളുടെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. അവളുടെ ഭൂതകാലത്തിൽ നിന്ന് ആരെങ്കിലും അവളെ അന്വേഷിച്ചു വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. തകർന്നു പോയിന്ന് ഞാൻ കരുതിയ എൻ്റെ ജീവിതമാ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടിയത്. ആ വിശ്വാസത്തിലാ എൻ്റെ കുടുംബം മുഴുവൻ ജീവിക്കുന്നത്. ഇന്ന് സച്ചിയുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെയാ. എന്നെ പോലെ തകർന്നു പോയൊരു മനുഷ്യൻ. സാറിന് സച്ചിയെ അത്രയ്ക്കെങ്കിലും മനസ്സിലായല്ലോ. എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോഴത്തെ എന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. സർ എന്താ ഈ പറഞ്ഞു വരുന്നത്? അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റണ്ടേ? സർ സർ എന്താ ഈ പറയുന്നത്? എന്റെ ജീവിതത്തിൽ നിന്ന് അർച്ചനെ പറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല രതി. അവക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്ന ആ നിമിഷത്തിനെയാ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. അവൾ എന്നെ മറക്കുന്നൊരു നിമിഷത്തിനെ ഞാൻ അതിജീവിക്കുമെന്നാ ഇപ്പൊ എന്റെ സംശയം. എന്താ സാർ ഇത്? സാർ ഇത്രമാത്രം സമൃദ്ധിയെ സ്നേഹിച്ചിരുന്നോ? സ്നേഹിച്ചിരുന്നോ? എന്റെ ഇസബെല്ലെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അത്രമാത്രം തന്നെ ഞാൻ സമൃദ്ധിയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവൾ അർച്ചനയാണെന്ന് അംഗീകരിക്കാൻ എന്റെ മനസ്സൊന്ന് സമ്മതിക്കണ്ടേ? എന്റെ ഈശ്വര, എന്തൊരു പ്രതിസന്ധിയായത്! സച്ചിയെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഗോകുൽ സാർ അർച്ചനയെ സ്നേഹിക്കുന്നുണ്ട്. അർച്ചനയെ വിട്ടുകൊടുക്കേണ്ടി വന്ന ഇപ്പോഴത്തെ സച്ചിയുടെ അവസ്ഥ തന്നെയായിരിക്കും നാളെ ഗോകുൽ സാറിന്. രണ്ടിലൊരാളുടെ തകർച്ച എന്റെ കണ്ണുകൾക്ക് തന്നെ കാണേണ്ടി വരും.